കണ്ണുനീർ തുടച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് അവളുടെ തോളിൽ ഒരു കരസ്പർശമേറ്റത്. ആരാ എന്നറിയാൻ വേണ്ടി അവളെ തിരിഞ്ഞു നോക്കി. അപ്പോൾ അവളുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അമ്മച്ചിയാണ് കണ്ടത്. അമ്മച്ചിയെ കണ്ടതും അവൾ എഴുന്നേറ്റു. ഇത് എന്നാ പറ്റി മോളെ, നീ കരഞ്ഞോടി? അമ്മച്ചി ആവണിയോട് ചോദിച്ചു. ഒന്നുമില്ല അമ്മച്ചി. പിന്നെ വെറുതെ ആണോ നീ കരഞ്ഞത്? അമ്മച്ചി വീണ്ടും ആവണിയോട് ചോദിച്ചു. എൻ്റെ കൊച്ചേ, പിന്നെ നീ എന്ത് ചെയ്യായിരുന്നു ഇവിടെ? ദേ ആൾത്താരയുടെ മുമ്പിൽ വെച്ച് നുണ പറയാൻ പാടില്ല എന്നാ എന്ന് പറഞ്ഞ് അമ്മച്ചി ആവണിയുടെ കയ്യിൽ ഒന്ന് അടിച്ചുകൊണ്ട് പറഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നുമോള് പറ. അമ്മച്ചിയല്ലേ ചോദിക്കുന്നേ? അതൊന്നുമില്ല അമ്മച്ചി, വെറുതെ ഓരോന്ന് ആലോചിച്ചപ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു പോയതാ. ഒരുപാടുണ്ടല്ലോ ആലോചിക്കാൻ എൻ്റെ ജീവിതത്തിൽ. ആവണി അമ്മച്ചിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഓഹോ, അങ്ങനെ കരയാനുള്ള കാര്യങ്ങളെ എൻ്റെ കൊച്ചിപ്പോൾ ആലോചിക്കണ്ട. എൻ്റെ മോളെ എന്നും സന്തോഷത്തോടെ ഇരിക്കണം. അതിനിടയിൽ ഈ കണ്ണു നിറയ്ക്കണ്ട കേട്ടോ, വല്ലതൊക്കെ ആലോചിച്ചിട്ട്. മനസ്സിലായോ എൻ്റെ കൊച്ചിന്? മനസ്സിലായോ അമ്മച്ചി? എൻ്റെ അമ്മച്ചി കുട്ടി പറഞ്ഞാൽ പിന്നെ അപ്പീലില്ലല്ലോ. അല്ല അതൊക്കെ പോട്ടെ, ഇത്ര ദൂരം കാർ ഓടിച്ചിട്ട് എൻ്റെ അമ്മച്ചി ഒറ്റയ്ക്കാണോ വന്നേ? അനുമോള് വന്നില്ലേ? ആവണി ചോദിച്ചു. ഓ വന്നിട്ടുണ്ട്. അവള് മോളുടെ റോസി അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓഹോ അത് ശരി. ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ആഴ്ചത്തെ പോലെ എൻ്റെ അമ്മച്ചി ഒറ്റയ്ക്കാണ് വന്നേന്ന്. ആ എനിക്ക് ഒറ്റയ്ക്ക് വരണമെന്നുള്ളതൊക്കെ ഉണ്ട്, പക്ഷെ നീ സമ്മതിക്കില്ലല്ലോ. നീ അന്ന് അനുവിനെ വിളിച്ച് പറഞ്ഞില്ലേ? ഇല്ലെങ്കിൽ എന്നെ വിടുമായിരുന്നു അവള്. അത് പിന്നെ എൻ്റെ അമ്മച്ചിക്ക് വയ്യാഞ്ഞിരുന്നിട്ടല്ലേ. തല ചുറ്റിയില്ലേ കഴിഞ്ഞ തവണ വന്നപ്പോൾ? അത് പിന്നെ ചുറ്റിയില്ലേടി പെണ്ണെ. എനിക്ക് വയസ്സൊരു 19 ആയിട്ടാ. എപ്പോഴാ മേപ്പോട്ട് പോണേന്നറിയില്ല. ദേ അമ്മച്ചി ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയല്ലേ. എൻ്റെ അമ്മച്ചി ഇന്നൊരു 100 കൊല്ലം കൂടി ജീവിക്കും. ശരി ശരി, ഞാൻ പറയണില്ല. എൻ്റെ കുട്ടി ഇതിൻ്റെ പേരിൽ മുഖം ചുളിക്കണ്ട. വാ നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം എന്ന് പറഞ്ഞ അമ്മച്ചി ആവണിയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് പോയി. ആവണി അമ്മച്ചിയും പുറത്തേക്ക് പോകുമ്പോൾ അവിടെ റോസി അമ്മയെ കണ്ടില്ല കേട്ടോ. അനു ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മച്ചിയും ആവണിയും അനുവിൻ്റെ അടുത്തെത്തി. ഹലോ അനുമോളെ, എന്താടി പരിപാടി? പള്ളി വന്നിട്ടും ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണോ നീ? ആവണി ചോദിച്ചു. എൻ്റെ പൊന്നേച്ചി, ഫോണിൻ്റെ കാര്യം പറയല്ലേ, അമ്മച്ചിക്ക് വട്ടാവോ? അനു പറഞ്ഞു. അതെന്താ? ആവണി ചോദിച്ചു. അമ്മച്ചിക്കില്ലേ ഫോൺ അലർജിയാ, ചിരിച്ചുകൊണ്ട് പറഞ്ഞു അനു. പിന്നെ അലർജി ആവാണ്ടിരിക്കുമോ? ഏത് സമയം ചെവിയിൽ ആ കുന്ത്രാണ്ടം കുത്തിക്കൊണ്ട് കേട്ടോണ്ടിരിക്കുക ഈ പെണ്ണ്. ആ മൊബൈലിൽ നിന്ന് കണ്ണെടുക്കുന്നില്ലാന്നേ. മോൾക്കറിയോ ചുറ്റുപാട് ആരാ ഉള്ളത്, എന്താ നടക്കണത്, എവിടെയാ ഇരിക്കുന്നത് എന്ന ബോധം പോലും ഇല്ല ഈ പെണ്ണിന്. അതുകൊണ്ട് എനിക്ക് ഈ സാധനം കാണാൻ എന്നെ അലർജിയാണ്, അമ്മച്ചി പറഞ്ഞു. അമ്മച്ചി കണ്ണു തുറപ്പിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ചുമ്മാതായിച്ചി അമ്മച്ചി, ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും വരില്ല കേട്ടാ. കൃത്യസമയത്ത് ഞാൻ മൊബൈൽ എടുത്ത അവിടെ പ്രത്യക്ഷപ്പെടുന്നേ. എന്നിട്ട് വഴക്കോട് വഴക്കായിരിക്കും. ചേച്ചിക്ക് അറിയോ, എൻ്റെ കാര്യം വളരെ കഷ്ടാ, അനു പറഞ്ഞു. ഓഹോ, അത്ര കഷ്ടാണെങ്കിൽ എനിക്ക് താ നിൻ്റെ ഈ പൊന്നമ്മച്ചിയെ, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അയ്യടാ അത് വേണ്ട കേട്ടോ, ഇത്തിരി കഷ്ടാണെങ്കിൽ ഞാൻ സഹിച്ചോളാം. ഇപ്പോഴേ എനിക്ക് സംശയ എന്നേക്കാൾ ഇഷ്ടം ഒരു പൊടിക്ക് ചേച്ചിയോടാണോ എന്ന്. ഇനി അങ്ങോട്ട് തന്നു വിട്ടാലേ ഞാൻ മിക്കവാറും പുറത്താവും, അനുമോള് പറഞ്ഞു. അതെന്താടി? എനിക്കെൻ്റെ ആവണിക്കൊച്ചിനെ ജീവനാ, അതിന് നീ കുശുമ്പ് കുത്തിയിട്ടൊന്നും കാര്യമില്ല കേട്ടാ, അമ്മച്ചി പറഞ്ഞു. ഓഹോ, എന്നാ ചേച്ചിനെ വീട്ടിൽ കൊണ്ടുപോയാലോ അമ്മച്ചി? അതേടി, എനിക്ക് കൊണ്ടുപോകണമെന്നുണ്ട്, പക്ഷെ ഈ പെണ്ണ് വരില്ലല്ലോ. അതെന്താ? എൻ്റെ അമ്മച്ചി വിളിച്ചാൽ ഞാൻ വരാണ്ടിരിക്കോ? ഞാൻ എപ്പോൾ വേണേലും വരും, എന്നിട്ട് എൻ്റെ അമ്മച്ചിയെ കണ്ടിട്ട് പോവും, ആവണി പറഞ്ഞു. അയ്യോ, അങ്ങനെ വരുന്ന കാര്യമില്ല ചേച്ചി. സ്ഥിരമായിട്ട് ചേച്ചി എൻ്റെ വീട്ടിൽ നിർത്താൻ പറ്റുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്, അനു പറഞ്ഞു. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെങ്ങനെ? എനിക്ക് മനസ്സിലായില്ലല്ലോ, ആവണി ചോദിച്ചു. അതൊക്കെ ഉണ്ട് ചേച്ചി, വെയിറ്റ്, സമയമാകുമ്പോൾ പറയാം. അമ്മച്ചി ഈ പെണ്ണെന്താ പറയുന്നത്, എനിക്ക് മനസ്സിലാവണില്ല, അമ്മച്ചിയോട് ചോദിച്ചു ആവണി.
ആ പെണ്ണ് വട്ട് പറയാൻ മോളെ, മോളത് കാര്യാക്കണ്ട കേട്ടോ. ഞങ്ങളെ മദറമ്മയെ കാണാൻ പോകണ്ട്, മോള് വരുന്നുണ്ടോ? ആ അമ്മച്ചി വരുന്നുണ്ട്. എന്നാ മോളെ നമുക്ക് മദറിൻ്റെ അടുത്ത് പോയാലോ? ആ അമ്മച്ചി, ഞാനൊന്ന് വീട് വരെ പോയിട്ട് അങ്ങോട്ട് വരാട്ടോ. അതെന്തിനാ മോളെ, നമുക്ക് ഒരുമിച്ച് പോവാലോ. ഇപ്പം എന്തിനാ വീട്ടിലേക്ക് പോകുന്നേ? ആ അതമ്മച്ചി, ഇന്നലെ അഞ്ചു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൾ വീട്ടിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുമായിരിക്കും. അവൾ പോയിട്ട് ഞാൻ അമ്മച്ചിയുടെ അടുത്തേക്ക് വരാട്ടോ. ആ ശരി, എന്നാ മോള് പോയിട്ട് വാ, ഞങ്ങളെ മദറിൻ്റെ അടുത്തുണ്ടാവേ, അമ്മച്ചി ആവണിയോട് പറഞ്ഞു. ആ എന്നാൽ ശരി ചേച്ചി, ഞങ്ങൾ പോവാ. ആ പിന്നെ നെക്സ്റ്റ് സൺഡേ ഒരു 10 മണിക്ക് വന്നാൽ മതി കേട്ടോ. അതെന്നാടി? അതെ ചേച്ചി നേരത്തെ വരും പറഞ്ഞിട്ട് എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല ഇവിടെ ഒരാള്, എന്നെയും പിടിച്ചു വലിച്ചിട്ട് വരും. സത്യത്തിൽ ഈ അമ്മച്ചിയെ ഈശോയെ കാണാനല്ല ചേച്ചിയെ കാണാനാ വരുന്നേ, അനു പറഞ്ഞു. ആവണി ചിരിച്ചു. എന്നിട്ട് അനു അമ്മച്ചിയും കൂടി ആവണിയോട് യാത്ര പറഞ്ഞ് വണ്ടിയെടുത്ത് പോയി. എടി അനുമോളെ, നിനക്ക് നാവിന് ലൈസൻസ് ഇല്ലേ? എന്തിനാ ആവണിയോട് വീട്ടിൽ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞേ? അമ്മച്ചി ചോദിച്ചു. ആദ്യം നമുക്ക് മദറമ്മയോട് പറയാം, പിന്നെ നമ്മുടെ സീവിച്ചൻ്റെ സമ്മതം കൂടി ചോദിക്കണ്ടേ? ഞാൻ എക്സൈറ്റ്മെൻറ്റിൽ പറഞ്ഞതാ അമ്മച്ചി. മദറമ്മ എന്തായാലും സമ്മതിക്കും, പിന്നെ ഇച്ചായിന് ചേച്ചിയെ ഇഷ്ടാവും. പിന്നെ അമ്മച്ചിയുടെ വീട്ടിലേക്കാണ് വരാൻ പോകുന്നേ അറിഞ്ഞാൽ ചേച്ചി എതിർക്കാനൊന്നും പോകുന്നില്ല. പിന്നെ അമ്മച്ചി ചോദിച്ചു എന്നറിഞ്ഞാൽ നോ പറയൂല്ല. അനു പറഞ്ഞു. ആ എല്ലാം നല്ലതായി നടക്കട്ടെ. ആവണി മോളെ കിട്ടിയ എൻ്റെ സിവിച്ചിൻ്റെ ഭാഗ്യ. ആ അങ്ങനെ അവരുടെ സംസാരം തുടർന്നു. പക്ഷെ ഇതൊന്നും അറിയാതെ പാവം ആവണി പള്ളിയിൽ നിന്ന് ധൃതിയിൽ സ്റ്റെപ്പുകൾ ഇറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് പിറകിൽ നിന്നൊരു ശബ്ദം. ആവണി! ആരോ തന്നെ വിളിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവള് തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കിയപ്പോൾ നിൽക്കുന്നത് ആരാ? നമ്മുടെ ഡേവിഡ്. സർ, സാർ എന്താ ഇവിടെ? ആവണി ഡേവിഡിനോട് ചോദിച്ചു. പള്ളിയിൽ എന്തിനാടോ ആളുകൾ വരിക? ഡേവിഡ് ഒന്ന് ചിരിച്ചുകൊണ്ട് ആവണിയോട് പറഞ്ഞു. സത്യം പറഞ്ഞ അവൻ്റെ ചിരി അവൾ അന്നാണ് കേട്ടോ കാണുന്നത്. ഈ മനുഷ്യനെ ഇത്ര നന്നായി ചിരിക്കാൻ അറിയോ എന്നവൾ മനസ്സിലോർത്തു. അല്ല സാറിനെ ഞാനിവിടെ നേരത്തെ കണ്ടിട്ടില്ലല്ലോ, അതാ ചോദിച്ചേ. ആവണി ഡേവിഡിനോട് പറഞ്ഞു. താൻ എന്നെ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് പറഞ്ഞതും ആവണിക്ക് അതിശയായി. ഒന്നാമത് ഡേവിഡിനെ കണ്ട ഷോക്കും, രണ്ടാമത് ഡേവിഡ് ഇന്ന് അവളോട് നല്ല കാര്യമായിട്ട് സംസാരിക്കുന്നത്. അത് സത്യമാണോ എന്ന് പോലും വിശ്വസിക്കാൻ അവൾക്കായില്ല. കാരണം ഒടുക്കത്തെ മസിൽ പിടുത്തമല്ലേ ഡേവിഡിൻ്റെ ഓഫീസിൽ. അതുകൊണ്ട് ഡേവിഡ് അവളോട് ചോദിച്ചു. അല്ല, താൻ എങ്ങോട്ടാ ഇത്ര ധൃതി പിടിച്ചു പോകുന്നത്? അത് സർ, 5 വീട്ടിലുണ്ട്, ഞാൻ പോയിട്ട് വേണം അവൾക്ക് അവളുടെ വീട്ടിൽ പോവാൻ. ആവണി പറഞ്ഞു. ഓ, 5 തൻ്റെ കൂടെ വന്ന് നിൽക്കാറൊക്കെ ഉണ്ടോ? ഉവ്വ സർ, ചില ദിവസങ്ങളിൽ അവൾ എൻ്റെ കൂടെ വന്ന് നിൽക്കാറുണ്ട്. നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? അത് നമ്മുടെ ഓഫീസ് വന്നതിന് ശേഷം സർ, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കൂട്ട സർ ആവണി. ഞങ്ങൾ ഒരേ സമയത്താണ് ഇവിടെ ജോയിൻ ചെയ്തേ. അന്ന് മുതൽ തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ്, അവൾ ആവേശത്തോടെ പറഞ്ഞു. അഞ്ജനയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? താൻ അവിടെയും പോയി നിൽക്കാറുണ്ടോ? ഡേവിഡ് ചോദിച്ചു. ഇല്ല സർ, ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയിട്ടില്ല. അവളുടെ വീട്ടിൽ അവളുടെ അച്ഛൻ മാത്രമേ ഉള്ളൂ. അവളുടെ ഫാമിലിയെക്കുറിച്ചൊന്നും അങ്ങനെ അത്ര അറിവൊന്നുമില്ല സർ. 2 വർഷത്തോളം പരിചയമുള്ള തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഫാമിലിയെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലേ? നല്ല ഫ്രണ്ട്സ് തന്നെ കേട്ടോ. അത് സർ, അവളുടെ ഫാമിലിയെക്കുറിച്ച് അങ്ങനെയൊന്നും അറിയില്ലെന്നേ ഉള്ളൂ. എനിക്ക് എൻ്റെ അഞ്ജുനെ നല്ലോണം അറിയാം, ആവണി പറഞ്ഞു. സത്യം പറഞ്ഞ അഞ്ജുവിൻ്റെ ഫാമിലിയെക്കുറിച്ച് ആവണി ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. ഇവളെന്താ മറ്റ് ഡീറ്റെയിൽസ് ഒന്നും എന്നോട് പറയാത്ത എന്ന് അവൾ ആലോചിച്ചു. എന്നാൽ ഇത് ഡേവിഡിൻ്റെ മുമ്പിൽ കാണിച്ചില്ല കേട്ടോ. കാരണം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ആക്കിയതിൽ ഡേവിഡിനോട് ചെറിയൊരു ദേഷ്യം വന്നു കേട്ടോ ആവണിക്ക്. ഡേവിഡ് തുടർന്നു. അതല്ല നമ്മുടെ വിശ്വാസമല്ലേ, നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് നമുക്കെല്ലാം അറിയാം എന്നുള്ളത്. ചിലപ്പോൾ നമുക്ക് അവരെ കുറിച്ച് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും ആവണി. സാർ എന്താ ഇങ്ങനെ പറയുന്നേ? ആവണി ഒരു സംശയഭാവത്തിൽ ഡേവിഡിനോട് ചോദിച്ചു. ഹേ ഒന്നുമില്ലടോ, ഞാൻ വെറുതെ പൊതുവായിട്ടുള്ള കാര്യം പറഞ്ഞു, അത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് വേറൊരു കാര്യം മനസ്സിലായിട്ടോ. എന്താ സർ? ആവണി ചോദിച്ചു. തനിക്ക് തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ഒരുപാട് ഇഷ്ടമാണെന്ന്. അതുകൊണ്ടല്ലേ ലഞ്ച് ബ്രേക്ക് ആവുന്നതിന് മുമ്പ് താൻ ഓടുന്നത്? എൻ്റെ അടുത്തിരിക്കുമ്പോൾ തനിക്ക് ശ്വാസം മുട്ടലല്ലേ? എനിക്ക് ചിലപ്പോൾ തോന്നും ആ അഞ്ജുവിനെയും വിളിച്ച് ക്യാബിനിൽ ഇരുത്തിയാലോ എന്ന്, തൻ്റെ ഈ വീർപ്പുമുട്ടൽ കാണുമ്പോൾ.
ഡേവിഡ് പറഞ്ഞതും ആവണി ഒന്ന് അവനെ നോക്കി ചിരിച്ചു. അതെ സർ, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എൻ്റെ അഞ്ചു. സത്യം പറഞ്ഞാൽ അവളാ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ജന്മത്തിൽ അവളെൻ്റെ കൂടപ്പിറപ്പായി കാണും. അതുകൊണ്ടാ ഈ ജന്മത്തിൽ എന്നോട് ഇത്രയും ഒട്ടി നിൽക്കുന്നത്. അല്ല, ഞാൻ സാറോട് മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ? ആ, ഒരൊറ്റ കാര്യം മാത്രം കേട്ടോ, താൻ ചോദിച്ചോ, ഡേവിഡ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സാർ ഇന്നലെ എങ്ങോട്ടാ പോയി ധൃതി പിടിച്ചിട്ട്? ഓ അതാണോ, ഒരു ആക്സിഡൻറ്റ് പറ്റി എൻ്റെ ഫ്രണ്ടിന്, അതാ ഞാൻ ഒന്നും പറയാതെ വേഗം പോയേ. നല്ല ടെൻഷൻ അടിച്ചു, ഡേവിഡ് പറഞ്ഞു. ആ എന്നാ താൻ വിട്ടോ, തൻ്റെ അഞ്ചു കാത്തിരിക്കുകയല്ലേ എന്ന് ഒരു കുഞ്ഞു കുശുമ്പോടെ ഡേവിഡ് പറഞ്ഞു. ആ അതെ സർ, ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞ് ആവണി സ്റ്റെപ്പ് ഇറങ്ങാൻ നിന്നതും സ്ലിപ്പായി വീഴാൻ പോയി. പെട്ടെന്ന് ഡേവിഡ് ആവണിയെ കൈ പിടിച്ച് വലിച്ചു തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഡേവിഡ് തലേന്ന് ആഴ്ത്തി ആവണയെ നോക്കിയപ്പോൾ കാണുന്നത് കണ്ണുകളെ ഇറുക്കി അണച്ച് അവൻ്റെ നെഞ്ചിൽ കിടക്കുന്ന ആവണയാണ്. ഒരു കുഞ്ഞിനെ പോലെ അവൻ്റെ നെഞ്ചോളം പറ്റി പിടിച്ചിരിക്കുകയായിരുന്നു അവള്. അവൻ്റെ നെഞ്ചിടിപ്പ് അവൾക്ക് കേൾക്കായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ആവണി മെല്ലെ കണ്ണു തുറന്നു. താൻ ഡേവിഡിൻ്റെ നെഞ്ചോട് ചേർന്നാണ് നിൽക്കുന്നത് എന്ന് കണ്ട് ആവണി വേഗം മാറാൻ നോക്കി. എന്നാൽ ആവണിയുടെ മുടി ഡേവിഡിൻ്റെ ഷർട്ട് ബട്ടണിൽ കുടുങ്ങിപ്പോയിരുന്നു കേട്ടോ. അവൾ ധൃതിയിൽ മുടി വേർപ്പെടുത്താൻ നോക്കിയെങ്കിലും അതിന് സാധിച്ചില്ല. അവനോട് അടുത്ത് നിൽക്കുമ്പോൾ അവൻ്റെ കണ്ണുകളുടെ ആകർഷണം അവൾക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു കേട്ടോ. കൂടാതെ അവളുടെ ചുണ്ടിൽ ലിപ്സ്റ്റിക് അവൻ്റെ വെള്ള ഷർട്ടിൽ പറ്റിയിരുന്നു. അത് നല്ലോണം അറിയുന്നുണ്ടായിരുന്നു. അതും കൂടി കണ്ടത് അവൾക്ക് ടെൻഷനായി. കാരണം പുള്ളി എന്ത് പറയും എന്നാലോചിച്ചിട്ട് കേട്ടോ. ഡോ, താൻ ഇങ്ങനെ ധൃതി പിടിച്ച് വലിക്കല്ലേ, സമാധാനത്തിലെടുക്കാൻ നോക്ക്, അപ്പോൾ കിട്ടും, ഡേവിഡ് ആവണിയോട് പറഞ്ഞു. ആവണി പിന്നെയും ധൃതി പിടിച്ച് എടുക്കാൻ നോക്കുന്നത് കണ്ട് ഡേവിഡ് ആവണിയുടെ കയ്യിൽ കയറി പിടിച്ചു. താൻ ഇങ്ങനെ എടുക്കാൻ നോക്കുന്നതിലും നല്ലത് ഒന്നും നോക്കാതിരിക്കുന്നതാ. താൻ കൈയങ്ങ് മാറ്റിക്കേ, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് അവൻ ഡേവിഡ് തന്നെ ആവണിയുടെ കൈ എടുത്ത് മാറ്റി. മെല്ലെ കുടുങ്ങിയ മുടിയിഴകൾ എടുത്തു മാറ്റുമ്പോൾ രണ്ടാളുടെയും കണ്ണുകൾ തമ്മിൽ കുറേ നേരം കോർത്തു കേട്ടോ. ആ സമയം ഒരേപോലെ തന്നെ രണ്ടാളുടെയും ഉള്ളിൽ പറയാനാവാത്ത ഒരു അനുഭവം ഉടലെടുത്തു. എന്തൊക്കെയോ പറയണമെന്ന് അവർക്ക് തോന്നി, പക്ഷേ എന്താ പറയേണ്ടതെന്ന് അറിയുകയില്ല. പക്ഷെ അവരുടെ കണ്ണുകൾക്ക് അറിയായിരുന്നു കേട്ടോ, അവർ പരസ്പരം പ്രണയിക്കാൻ തുടങ്ങിയിരുന്നു. ബാക്കി എന്താവുന്നു നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം കേട്ടോ. ഇത് 9 മണിക്ക് അപ്ലോഡ് ചെയ്യേണ്ടുള്ളതായിരുന്നു, ബട്ട് റീചാർജ് കഴിഞ്ഞു, അതാട്ടോ വൈകി. അടുത്ത പാർട്ട് മുതൽ നേരത്തെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.